Hello everyone. So ഇന്ന് ഞാൻ ഹാർവസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് ആപ്പിൾ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രീ കംപ്ലീറ്റ് നെറ്റ് ഇട്ടിരുന്നാണ് കിളി കയറി കഴിക്കാതിരിക്കാൻ വേണ്ടി. എന്നാലും കിളി എൻ്റെ ഇടയിൽ കൂടെ കയറും. അപ്പം ഇന്ന് ഞാൻ നെറ്റ് മാറ്റിയിട്ട് ഓരോ ഫ്രൂട്ടും ഓരോ ബാഗിലാക്കും. ഞാൻ കാട്ടിത്തരാം എന്താ ബാഗെന്ന് ഉദ്ദേശിക്കുന്നത്. ഓരോ ബാഗിലാക്കിയിട്ട് അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കാട്ടാൻ പോകുന്ന വീഡിയോ ആ നെറ്റ് എടുത്ത് മാറ്റിയിട്ട് ബാഗിലാക്കുന്നതും, അത് കഴിഞ്ഞ് ബാഗിലാക്കുമ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ആപ്പിൾ നിലത്ത് വീഴും. കാര്യം ആപ്പിളിൻ്റെ നെറ്റ് വളരെ സോഫ്റ്റാണ്. നമ്മൾ ടച്ച് ചെയ്തപ്പോൾ തന്നെ നിലത്തോട്ട് വീഴും, റൈപ്പാവണമെന്നില്ല. അപ്പം അതല്ല, എന്നാൽ പോലും പിങ്ക് ലേഡിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈപ്പായില്ലെങ്കിലും ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ ഇതിന് മധുരം ഉണ്ടാവും, ക്രഞ്ചിനെസ് ഉണ്ടാവും. അത് നമുക്ക് അപ്പം നേരത്തെ ഹാർവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു മാസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു മാസം ആപ്പിൾ തന്നെ കടയിൽ നിന്ന് മേടിക്കാതെ നമുക്ക് ആ ഫ്രൂട്ട് കൊണ്ട് തന്നെ ലഞ്ചിൽ സ്നാക്സ് ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ പറഞ്ഞ ബാഗ്. ഇത് കണ്ട നല്ല ത്രെഡ്, നല്ല ടോയിൻ, ക്വാളിറ്റി ടോയിനാണ്. ഞാൻ ഏകദേശം ഇതൊരു 5-6 വർഷം ഞാനിത് ഉപയോഗിക്കണം, ഈ സെയിം ബാഗ് തന്നെ. പെട്ടെന്ന് നശിച്ചു പോകില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഈ ബാഗ് കണ്ട, ഇത് കണ്ട, ഇതിപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രൂട്ട് ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ കിളി കാണൂല. അപ്പം ഫ്രൂട്ട് നമുക്ക് സേഫ് ആയിട്ടിരിക്കും എപ്പോഴും. ഇതിൻ്റെ ടോയിൻ അത്ര സ്ട്രോങ് അല്ല, ഒരു നോർമൽ തുണിയാണ്. ഇത് പെട്ടെന്ന് കീറാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു ഫാബ്രിക് പോലത്തെ മെറ്റീരിയലാണിത്. അപ്പം നെറ്റിട്ട് കഴിഞ്ഞാൽ ഹാർവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഫ്രഷ്നെസ് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇപ്പം എനിക്ക് ഒരു 3 ദിവസത്തേക്ക് വേണ്ട ഞാൻ ഹാർവെസ്റ്റ് ചെയ്ത്. പക്ഷേ കുറേ ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ ചിലപ്പം കുറച്ച് കിളി കഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല. കുറേ പാരറ്റ്സ് ഉള്ള ഏരിയയാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ. ഇത് മെൽബണിൻ്റെ വെസ്റ്റ് സൈഡാണ്. ഇവിടെ കുറേ പാരറ്റ്സ് ഉണ്ട്. ലോറിക്കീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നേറ്റീവ് പാരറ്റ്സ് ആണ്. അതുപോലെ തന്നെ കിളികളൊക്കെ ഉണ്ട്. ഇതെല്ലാം വന്ന കാര്യം എൻ്റെ ബാക്ക് യാർഡിൽ ഞാൻ അത്യാവശ്യം എല്ലാ ഫ്രൂട്ടും വെച്ചേക്കുന്നതുകൊണ്ട് മിക്കവാറും പാരറ്റ്സ് ഈ ബാക്ക് യാർഡിലുണ്ടാവും. അപ്പം പെട്ടെന്ന് അവരുടെ കണ്ണിൽ ഈ സാധനങ്ങളെല്ലാം പെടുകയും ചെയ്യും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബെറ്റർ മേളിലെ ഫ്രൂട്ട് ആദ്യം ഹാർവെസ്റ്റ് ചെയ്യുക, ടോപ്പിലെ ഫ്രൂട്ട് ആദ്യം ഹാർവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ടോപ്പിൽ ഹാർവെസ്റ്റ് ചെയ്യുമ്പം ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിളികൾ മേലിക്കൂടി പറന്നു പോകുമ്പം പെട്ടെന്ന് കാണില്ല. കാര്യം നിങ്ങൾ മേളിലേക്കിട്ട് പോകുമ്പോൾ അതിന് കളർ കണ്ടിട്ടാണ് താഴത്തേക്ക് വരുന്നത്. അപ്പം പെട്ടെന്ന് നമ്മൾ മേളിൽ ആദ്യം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അട്രാക്റ്റ് ആവില്ല. അപ്പം ഇന്നത്തെ ഹാർവെസ്റ്റ് കഴിഞ്ഞ് ആപ്പിളെല്ലാം എല്ലായിടത്തില്ല, എന്നാലും ഒരു മെജോറിറ്റി ഇനി ഒരു ഫൈനൽ ഹാർവെസ്റ്റിലേക്ക് വേണ്ടി കൂടിയാന്നൊരു 25-30 ആപ്പിൾ ഉണ്ടാവുള്ളൂ. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. അതായത് നമ്മൾ ബാഗ് ചെയ്യുമ്പം അത് ഈസി ജോബല്ല. കാര്യം നമുക്കിപ്പം ഒരു ദിവസത്തെ ജോലിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മക്കളോടും വൈഫിനോടും എല്ലാവരോടും ഒരു ദിവസം ഒരു 2 മണിക്കൂർ സ്പെയർ ചെയ്യാൻ പറയുക നിങ്ങളുടെ കൂടെ ഗാർഡനിൽ. അപ്പോൾ എല്ലാവരും കൂടി ചെയ്താൽ അതൊരു ഈസി വർക്കായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏകദേശം 5-6 മണിക്കൂറത്തെ ജോബാണ് ഒരു ഫ്രൂട്ട് ട്രീ ബാഗ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒട്ടുമിക്കതും ബാഗ് ചെയ്യും. ഞാൻ ഗ്രേപ്സ് ബാഗ് ചെയ്യും. ഗ്രേപ്സ് ബാഗ് ചെയ്യുമ്പോൾ കാര്യം വലിപ്പമുള്ള ഗ്രേപ്പ് ട്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 100 ബാഗ് ചെയ്യേണ്ടി വരും. അതെന്തായാലും ഒരു 4-5 മണിക്കൂർ എടുക്കും. അപ്പം നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും വിളിക്കുക, കാട്ടിക്കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുമ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ആ ജോലി തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാഗിങ് ഒരു ഈസിയുള്ള ജോബല്ല, പക്ഷേ കുറച്ചും കൂടി നമുക്ക് മാക്സിമം ഫ്രൂട്ട് ക്വാളിറ്റിയിൽ നമുക്ക് തന്നെ അത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതും കൂടി മനസ്സിലാക്കുക. താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞ പാരറ്റ്സിനെ കാട്ടിത്തരാം. എൻ്റെ വീട്ടിലുണ്ട് 2 എണ്ണം. അതെൻ്റെ പെറ്റ്സാണ്.
അപ്പോൾ ആ ടൈപ്പ് പാരറ്റ്സ് ആണ് ഇവിടുത്തെ നേറ്റീവ് പാരറ്റ്സ് ആണ്. റെയിൻബോ ലോറിക്കീറ്റ്സ് എന്ന് പറഞ്ഞ ടൈപ്പ് പാരറ്റ്സ് ആണ്. അത് വെരി ഇൻ്റലിജൻറ്റ് ബേർഡ്. അത് വെച്ച് ഫ്ലോക്കായിട്ട് വരും, ഏകദേശം ഒരു 10-20 വരും, എല്ലാ ദിവസവും വരും. അപ്പം കാണാൻ രസമാണ്. പക്ഷേ നമ്മളെ ഗാർഡനിൽ അത് നല്ല ഒരു പെസ്റ്റ് പോലെ സംടൈംസ്. കാര്യം സ്പ്രിങ് ടൈമിന് നിങ്ങൾ അട്രാക്ട് ചെയ്യാതിരിക്കുക, അതായത് ഫ്രൂട്ട്സ് ഒന്നും വെച്ച് കൊടുക്കാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളെ ചെടികൾ വന്നിരുന്ന് പുതിയ ബഡ്ഡുകൾ വന്നത് അത് കടിച്ച് കളയും. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ അതുങ്ങൾ വന്ന് നമ്മുടെ പുതിയ കിളുന്തൊക്കെ വന്നത് എല്ലാം അത് കടിച്ചെടുക്കും. മേളിൽ വന്നിരുന്ന് ഞാൻ കാട്ടിത്തരാം പാരറ്റ്സിനെ. കമോൺ. നിങ്ങൾക്ക് കാണാം, അത് ആപ്പിളിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആപ്പിളാണ്, പിങ്ക് ലേഡി. അത് ഞാൻ ഉപയോഗിക്കുന്നത് ശരിക്കും ചിക്കൻ മെനൂർ, കൗ മെനൂർ അല്ലെങ്കിൽ ഷീപ്പ്, ഏതാണ് നിങ്ങളുടെ ലോക്കൽ ഗാർഡൻ സ്റ്റോറിൽ കിട്ടുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ്, നമ്മൾ കറിക്കരിയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയുടെ തൊണ്ട് എല്ലാം ഗാർഡനിലേക്ക് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടിട്ട് മണ്ണിട്ട് മൂടി. അതുപോലെ തന്നെ പുറത്തൊരു സെറ്റപ്പ് ഉണ്ടാക്കുക, അതായത് മീൻ വെട്ടണത്, ഇറച്ചിയൊക്കെ മുറിക്കുന്ന സെറ്റപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നേരെ അതിൻ്റെ വെള്ളം ഗാർഡനിലേക്ക് ഇടുക. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഓസ്ട്രേലിയയിലാണ് അല്ലെങ്കിൽ വിദേശത്താണ് അല്ലെങ്കിൽ നമ്മൾ യൂറോപ്പിലാണ് അമേരിക്കയിലാണെന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും മാറ്റണമെന്നില്ല, ആ ശീലമൊന്നും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. Thanks for watching.